ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ ഭാര്യ, സകല സുഖ സൗകര്യങ്ങളും കൈവെള്ളയിലുള്ള കൊട്ടാരത്തിലെ രാജ്ഞി. എന്നിട്ടും അവർ എന്തിനാണ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി മരിക്കാൻ തയ്യാറായത്? ചരിത്രം വിറയലോടെ മാത്രം ഓർക്കുന്ന ആ ധീര വനിതയുടെ പേരാണ് ആസിയ ബീവി. സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും പറയാറുണ്ട്, എന്റെ സാഹചര്യം ശരിയല്ല, എന്റെ കൂടെയുള്ളവർ മോശമാണ്, അതുകൊണ്ടാണ് എനിക്ക് വളരാൻ കഴിയാത്തത് എന്ന്. എന്നാൽ ആസിയ ബീവിയുടെ ജീവിതം നോക്കൂ. സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ചോരക്കൊതിയനായ ഫിറോന്റെ കൊട്ടാരത്തിലാണ് അവർ ജീവിച്ചത്. തിന്മയുടെ ആസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അവർ നന്മയെ സ്നേഹിച്ചു. കൊട്ടാരത്തിലെ പട്ടും വളയും നൽകുന്ന സുഖത്തേക്കാൾ വലിയൊരു സത്യമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സത്യവിശ്വാസം അവർ സ്വീകരിച്ചപ്പോൾ സ്വന്തം ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു. ചുട്ടുപഴുത്ത മണലിൽ കിടത്തി അവരുടെ ശരീരത്തിനു മുകളിൽ വലിയ പാറക്കല്ലുകൾ കയറ്റിവെച്ചു. ഓരോ തുള്ളി ചോര വാർന്നു പോകുമ്പോഴും ഫിറോൻ ചോദിച്ചു, നീ നിന്റെ വിശ്വാസം ഉപേക്ഷിക്കുന്നു? എന്നാൽ ആസിയ ബീവി പുഞ്ചിരിക്കുകയായിരുന്നു. ആ വേദനയ്ക്കിടയിലും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ട്. എന്റെ നാഥ, എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് പണിതു തരണമേ എന്ന്. മരണത്തിന് തൊട്ടു മുമ്പ് തന്റെ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടതും തനിക്കായി സ്വർഗത്തിൽ ഒരുക്കിയ കൊട്ടാരം അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ആ വേദനയ്ക്കിടയിലും അവർക്ക് പുഞ്ചിരിക്കാൻ കഴിഞ്ഞത്. ആസിയ ബീവിയുടെ കഥ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇന്ന് ചുരുക്കി പറഞ്ഞു തരാം. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായ ഭരണാധികാരിയായിരുന്നു ഫിറോൻ. ആ ഫിറോന്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും നടുവിൽ രാജ്ഞിയായി വാഴുമ്പോഴും സത്യത്തിനു വേണ്ടി നിലകൊണ്ട ഒരാളാണ് ആസിയ ബീവി. നൈൽ നദിയിലൂടെ ഒഴുകി വന്ന ആ കൊച്ചു കുഞ്ഞിനെ കണ്ടെടുക്കുന്നത് ആസിയ ബീവിയാണ്. എല്ലാവരും ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഫിറോന്റെ മനസ്സ് മാറ്റി ആ കുട്ടിയെ സ്വന്തം മകനെ പോലെ വളർത്താൻ മുൻകൈയെടുത്തത് അവരാണ്. അന്ന് അവർ കാണിച്ച ആ കാരുണ്യമാണ് പിന്നീട് ചരിത്രമായി മാറിയത്. ആ കുഞ്ഞാണ് മൂസാ നബി അലൈഹിസ്സലാം. ഇസ്രായേൽ വംശജരിൽ ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം കൊന്നൊടുക്കാൻ ഈജിപ്തിലെ രാജാവായിരുന്ന ഫിറോൻ ഉത്തരവിട്ടു. തന്റെ അധികാരം നഷ്ടപ്പെടുത്താൻ ഒരു ആൺകുട്ടി ജനിക്കുമെന്ന ജ്യോത്സ്യന്മാരുടെ പ്രവചനമായിരുന്നു ഇതിന് കാരണം. ആ കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. തന്റെ കുഞ്ഞിനെ ഫിറോന്റെ പടയാളികൾ വധിക്കുമെന്ന് ആ മാതാവ് ഭയപ്പെട്ടു. കുഞ്ഞിനെ സംരക്ഷിക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് മാതാവ് അദ്ദേഹത്തെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി. നദിയിലൂടെ ഒഴുകിപ്പോയ പെട്ടി ഫിറോന്റെ കൊട്ടാരത്തിന് സമീപമാണ് എത്തിയത്. അവിടെ വെച്ച് ഫിറോന്റെ പത്നി ആസിയ ബീവി ആ പെട്ടി കാണുകയും ആ കുഞ്ഞിനെ എടുത്ത് വളർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ശത്രുവിന്റെ കൊട്ടാരത്തിൽ തന്നെ സുരക്ഷിതനായി വളരാൻ അള്ളാഹു മൂസാ നബിക്ക് വഴിയൊരുക്കി. മൂസാ നബി വളർന്നു വലുതായി ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ കൊട്ടാരത്തിലെ സകല സൗകര്യങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറായി ആസിയ ബീവി ആ പാത സ്വീകരിച്ചു. സ്വന്തം ഭർത്താവ് ഞാനാണ് ദൈവം എന്ന് അഹങ്കരിച്ചു നടക്കുമ്പോഴാണ് അല്ല, എന്റെ അള്ളാഹുവാണ് യഥാർത്ഥ ദൈവം എന്ന് വിളിച്ചു പറയാൻ അവർ ധൈര്യം കാണിച്ചത്. ഇതിന്റെ പേരിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അങ്ങേയറ്റം കഠിനമായിരുന്നു. വെയിലത്ത് തളച്ചിട്ടും വലിയ പാറക്കല്ലുകൾ നെഞ്ചത്ത് കയറ്റിവെച്ചും ഫിറോൻ അവരെ ദ്രോഹിച്ചു. എന്നാൽ ആ വേദനക്കിടയിലും അവർ ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, ഞാൻ മേലെ പറഞ്ഞ എന്റെ നാഥ, എനിക്ക് സ്വർഗത്തിൽ നിന്റെ അടുത്ത് വീട് നൽകണമെന്ന് പ്രാർത്ഥനയായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർക്ക് സ്വർഗത്തിലെ ആ വീട് കാണിച്ചു കൊടുക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ചുറ്റുമുള്ള ലോകം മുഴുവൻ എതിരായിട്ടും തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആ കരുത്താണ് ആസിയ ബീവിയെ ഇന്നും ലോകത്തിന് മാതൃകയാക്കുന്നത്. ആസിയ ബീവിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ചുറ്റുപാടല്ല നിങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മനസ്സാണ്. ചെളിയിൽ നിൽക്കുമ്പോഴും താമരപ്പൂവ് സുന്ദരമായി വിരിയുന്നത് പോലെ
എത്ര മോശം സാഹചര്യത്തിലും നിങ്ങൾക്ക് നല്ലവരായി ജീവിക്കാൻ കഴിയും. ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരെ നിന്നാലും ശരി, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങളെ തേടിയെത്തും. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ആസിയ ബീവിയെ ഓർക്കുക. സ്വർഗം അവർക്ക് നൽകിയ ആ വലിയ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കാം. സാഹചര്യങ്ങളെ പഴിചാരാതെ മുന്നോട്ടു പോകാൻ ഈ ചരിത്രം